എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ കോടികളുടെ ക്രമക്കേടെന്നുള്ള കണ്ടെത്തൽ വരികയാണ്. നഗരസഭയിൽ വരുമാനമായി ലഭിച്ച 7.5 കോടി രൂപ മുക്കി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്നായി ലഭിച്ച പണം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയില്ല എന്നും ഓഡിറ്റ് വകുപ്പ് പറയുന്നു. 2023 ഓണാഘോഷ പരിപാടികളിൽ ക്രമക്കേട് നടന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സഹിൻ ആന്റണിയുണ്ട് നമുക്കിപ്പം വിവരങ്ങളുമായി. സഹിൻ, ഗുരുതരമായ കണ്ടെത്തലാണ്. കോടികളുടെ ക്രമക്കേട് വരികയാണ്. ഇത് ഏതൊക്കെ കാലയളവിലുള്ള ക്രമക്കേടിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ, സഹിൻ? സേതു, തീർച്ചയായും ഈ ഭരണസമിതിയുടെ കാലയളവിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ്. അതിൽ 7,50,00,000 രൂപ തൃക്കാക്കര നഗരസഭയ്ക്ക് വരുമാനമായി ലഭിച്ച തുക അതെങ്ങോട്ട് പോയി എന്നറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. 361 ചെക്കുകളായിരുന്നു 2021 കാലഘട്ടത്തിൽ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ആ ചെക്ക് ആര് കൈമാറി, ആര് പണമായി എടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. 2023 137 ചെക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ആ ചെക്കും ആരാണ് മാറിയത്, ആരാണ് ആ പണം കൈകാര്യം ചെയ്തത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കാര്യമായി തന്നെ പണം വെട്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഓണാഘോഷത്തിൻ്റെ പേരിൽ നടന്ന തട്ടിപ്പാണ്. 22,25,000 രൂപയാണ് ഓണാഘോഷത്തിൻ്റെ പേരിൽ വൗച്ചറായി എഴുതി ഒപ്പിട്ടെടുത്തിരിക്കുന്നത്. അതായത് ഒരേ വൗച്ചറിൽ ഒരേ ഒപ്പ് തന്നെ ഇട്ടുകൊണ്ട് ആളുകൾ ഈ പണം 22,25,000 രൂപ തട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ 10,000 രൂപയിൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കൊടുക്കേണ്ടത്, വൗച്ചർ വഴി കൊടുക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ഇവിടെ ആരുടെയോ കാശ് അത് ആർക്ക് വേണേലും ഉപയോഗിക്കാമെന്നുള്ള ആ രീതിയിൽ എല്ലാവരും കൈയിട്ട് വാരിയിരിക്കുകയാണ്. പണം ആവശ്യത്തിൽ കൂടുതലെടുത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഈ പണം കുറേ ഉദ്യോഗസ്ഥർ മുക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 7,50,00,000 രൂപ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ 21 കാലയളവ് മുതൽ ഇതുവരെയുള്ള ഒരു കണക്ക് മാത്രമാണ്. ആ കണക്കിൽ തന്നെ 7 കോടി രൂപ ഉദ്യോഗസ്ഥർ മുക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ 10-15 വർഷമായി സേവനമനുഷ്ഠിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥരാണുള്ളത്. ഇവരൊക്കെ എത്ര രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു കണക്ക് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. എന്തായാലും കാര്യമായ ഒരു കളവ് അല്ലെങ്കിൽ തട്ടിപ്പ് തൃക്കാക്കര നഗരസഭയിൽ നടന്നിരിക്കുന്നു എന്നുള്ള കോടികളുടെയും കണക്കാണ് സഹിൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളുടെയും കോടികളുമാണ് ഈ മുക്കി എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ പൈസയാണ്. ഇത് എങ്ങോട്ട് പോയെന്നുള്ളൊരു കാര്യം അറിഞ്ഞേ മതിയാവുകയുള്ളൂ. ഇതിൽ ആത്യന്തികമായി ഉത്തരം പറയുന്നത് നഗരസഭ അധികൃതരാണ്, ജീവനക്കാരാണ്, ചെയർപേഴ്സണാണ്. ആരെങ്കിലും വാ തുറന്നിട്ടുണ്ടോ ഈ സമയം വരെ? സേതു, അതൊന്നും ആരും വാതുറക്കില്ല. കാര്യം നമ്മൾക്കറിയാലോ, തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് എന്നും എല്ലാ കാലത്തും ഒരു വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ, വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു നഗരസഭ കൂടിയാണ്. മുൻപ് നമുക്കറിയാം, ഒരു ഓണക്കോടി കൊടുത്തതെല്ലാം, അല്ലെങ്കിൽ വിഷുക്കൈ നീട്ടം കൊടുത്തത്, ഇതൊക്കെ കണ്ടവൻ്റെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന കാശ്, അല്ലെങ്കിൽ ആളുകളിൽ നിന്നും തട്ടിക്കൂട്ടിയെടുക്കുന്ന പണം അവിടെ നഗരസഭയിലെ കൗൺസിലർമാർ വീതിച്ചെടുത്ത ഒരു രീതി ഉണ്ടായിരുന്നു. കൂടാതെ ഓണക്കോടി കൊടുത്തു, ഓണക്കോടിയോടൊപ്പം പണം നൽകി, ഇവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ കൂപ്പൺ നൽകി, അങ്ങനെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നഗരസഭയിലേക്ക് വരുന്ന പണം കൂടി ഇവർ കൂട്ടമായി നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. സേതു, തീർച്ചയായും സഹിനിലേക്ക് മടങ്ങിയെത്താം. പ്രിയപ്പെട്ടവരെ, തൃക്കാക്കര നഗരസഭയിൽ നടന്ന കോടികളുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. സാധാരണക്കാരായ മനുഷ്യരാണ്, അവർ അടയ്ക്കുന്ന പണമാണ് ഈ ഉദ്യോഗസ്ഥർ അവരുടെയൊക്കെ ഇഷ്ടത്തിന് ഈ കൈയിട്ട് വാരി എന്ന് പറയുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ്. 1 രൂപ ഉണ്ടാക്കാൻ, 100 രൂപ ഉണ്ടാക്കാനൊക്കെ ഓരോ മനുഷ്യൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണമാണ് ഉദ്യോഗസ്ഥർ ഒരു ചെലവുമില്ലാതെ, ദേഹമനങ്ങി പണിയെടുക്കാതെ ഇങ്ങനെ കൈയിട്ട് വാരി സുഖമായി ജീവിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ.